ഏതെങ്കിലും ഒരു രാഹുൽ മതി എന്ന് പോലീസ് തീരുമാനിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ഇപ്പോൾ അകത്ത് കിടക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പരിഹാസമുയരുന്നത്. അങ്ങനെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ആരുടെയോ ഒരു ഗർഭക്കേസിൽ ഒരു ബന്ധവുമില്ലാതെ ഒരാൾ അകത്തു പോയിരിക്കുന്നു. കോടതിയിൽ തന്നെ കൃത്യമായി പറയുന്നു, ബുദ്ധിയില്ലാത്ത ഈ പ്രതിയെ പുറത്തുവിട്ടാൽ ബുദ്ധിപൂർവം പല ക്രിമിനൽ വൈകൃതങ്ങളും കാട്ടിക്കൂട്ടും, അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ഇനിയും ചെയ്തു കൂട്ടും. അതുകൊണ്ട് ഒരു കാരണവശാലും പുറത്തു വിടരുത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ലൈംഗിക പീഡനക്കേസിലെ അതിജീവിതയെ സാമൂഹിക മാധ്യമത്തിലൂടെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല എന്ന് കോടതി തറപ്പിച്ചു പറയുന്നു. അതോടൊപ്പം തന്നെ ശകാരവും. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. രാഹുൽ ഈശ്വർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി നടപടി സ്വീകരിച്ചത്. സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ ഒരു കാരണവശാലും പിൻവലിക്കില്ല, ഇപ്പോഴുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് കഴിഞ്ഞ ദിവസം പോലീസ് കൊണ്ടുപോയപ്പോൾ പറഞ്ഞ രാഹുൽ ഇന്ന് കോടതിയിലാകട്ടെ ഈ പോസ്റ്റുകൾ അടക്കം പിൻവലിക്കാമെന്ന് വാദത്തിനിടയിൽ പറഞ്ഞു. എന്നാൽ കുറ്റകൃത്യത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി കോടതി ജാമ്യം നിഷേധിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിന്റെ FIR വീഡിയോയിലൂടെ വായിച്ചു പറയുക മാത്രമേ താൻ ചെയ്തുള്ളൂ എന്നാണ് രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. അല്ലാതെ അതിജീവിതയെ മോശപ്പെടുത്തുന്ന യാതൊരുവിധ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അപമാനിക്കണമെന്ന ഉദ്ദേശമേ തനിക്കില്ലായിരുന്നു. അത്തരം വീഡിയോ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അത് പിൻവലിക്കാൻ തയ്യാറാണെന്നും രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞു. പക്ഷേ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, പ്രത്യേകിച്ചും ബലാത്സംഗവും ഇതുപോലെ പീഡനക്കേസുമൊക്കെയായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് പുറത്തുവിടാനുള്ള അനുമതി ആർക്കും തന്നെയില്ല. ഇരയുടെ വിവരങ്ങൾ, ഇര പറഞ്ഞിരിക്കുന്ന പരാതി അത് വായിച്ചു കേൾപ്പിക്കാൻ കേസുകളുടെ FIR എങ്ങനെയാണ് ഒരു പരസ്യ രേഖയാകുന്നത്, അതെങ്ങനെയാണ് പുറത്തുവിടാൻ കഴിയുന്നത്? ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് തന്നെ പ്രോസിക്യൂഷനും രംഗത്ത് വന്നു. മോശപ്പെടുത്തുന്ന വീഡിയോ പ്രചരിപ്പിച്ച ശേഷം പിൻവലിക്കുന്നതിൽ എന്തർത്ഥമുണ്ട്, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അരുൺ ചോദിച്ചത്. പരാതിക്കാരിയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വർ 5ാം പ്രതിയാണ്. രാഹുൽ ഈശ്വറിനെ നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രത്യേക സെല്ലിലേക്ക് മാറ്റിയിരുന്നു. ജയിലിലെത്തിയ ഉടൻ തന്നെ നിരാഹാര സമരം ആരംഭിച്ച രാഹുൽ ഒരാഹാരവും കഴിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നായിരുന്നു ഈ നടപടി. ഇതിനിടെ രാഹുൽ ഈശ്വർ ആകട്ടെ ജില്ലാ സെഷൻസ് കോടതിയിലും ജാമ്യ ഹർജി കൊടുത്തിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വാദം കേൾക്കുന്നത് മാറ്റിവെച്ചു. തുടർന്ന് സെഷൻസ് കോടതിയിലെ ജാമ്യ ഹർജി പിൻവലിച്ചു. പിന്നീടാണ് വാദം കേട്ടത്. ജില്ലാ കോടതിയിൽ ജാമ്യ ഹർജി നിലനിൽക്കെ കീഴ്ക്കോടതിയിൽ വീണ്ടും ഹർജി ഫയൽ ചെയ്തത് നിയമവിരുദ്ധമാണ്. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടും രാഹുൽ അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. പീഡനക്കേസിലാകട്ടെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ സഹായിക്കുന്ന നടപടികളാണ് ഈ പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. കണ്ടെടുത്ത ലാപ്ടോപ്പിന്റെ പാസ്വേഡ് ഇതുവരെയും നൽകാനായി പ്രതി തയ്യാറായിട്ടില്ല. ഇത് അന്വേഷണത്തെ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് പ്രതി ചെയ്തു കൂട്ടുന്നത്. രാജ്യത്തെ തന്നെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതായും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പ്രതി ഒരു ബുദ്ധിയില്ലാത്ത ആളാണെന്നാണ് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞത്. എന്നാൽ ചെയ്യുന്നതാകട്ടെ ബുദ്ധിയുള്ള നീക്കങ്ങളും. അങ്ങനെ രാഹുലിനെ വീണ്ടും കസ്റ്റഡിയിൽ കിട്ടാനുള്ള അപേക്ഷയും പോലീസ് കോടതിയിൽ നൽകിയിട്ടുണ്ട്. നേരത്തെ ജാമ്യാപേക്ഷ തള്ളിയ ജില്ലാ സെഷൻസ് കോടതി രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തിരുന്നു. തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി രാഹുലിനെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പ്രവേശിപ്പിച്ചത്. പരാതിക്കാരിയെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുള്ള വിവരങ്ങൾ രാഹുൽ ഈശ്വർ പങ്കുവച്ചുവെന്നും അതുപോലെ തന്നെ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പിൽ നിന്നും ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടെന്നുള്ള വിവരവും ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കേസെടുത്തത്. രാഹുൽ ഈശ്വറിനെ കൂടാതെ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ അടക്കം 6 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. യുവതിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ദുരുപയോഗം എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പ് കൂടിയാണ് ഇവ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതോടെ അതിവേഗ നീക്കങ്ങളാണ് പിന്നീട് നടത്തിയത്. ബംഗളൂരുവിൽ നിന്നുള്ള 23-കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് രണ്ടാമതെടുത്ത ബലാത്സംഗ കേസിൽ സെഷൻസ് കോടതിയെ രാഹുൽ സമീപിച്ചു. മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചു. രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഡിസംബർ 8 പരിഗണിക്കും. കേസിൽ രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല. മൊഴി രേഖപ്പെടുത്തുന്നതുവരെ അറസ്റ്റ് നടപടികൾ ഉണ്ടാകില്ല എന്ന വിവരവുമുണ്ട്. തിങ്കളാഴ്ചയ്ക്കകം തന്നെ കേസിൽ വിശദമായ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പ്രോസിക്യൂഷനോട് നിർദ്ദേശിച്ചു. കേസിൽ വിശദമായ പോലീസ് റിപ്പോർട്ട് തിങ്കളാഴ്ച കൊടുക്കണമെന്ന് എടുത്തു പറഞ്ഞു. പരാതിക്കാരിയുടെ ഒരു പേര് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇമെയിലിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യ ഹർജിയിൽ ഇക്കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നു. ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞതോടെ രണ്ടാമത്തെ കേസിൽ കൊടുക്കാനുള്ള നീക്കം പോലീസ് നടത്തുന്നുവെന്നാണ് രാഹുലിന്റെ ആരോപണം. ഹൈക്കോടതി ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാർ
തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു. കോടതി അത് ഫയലിൽ സ്വീകരിച്ചു. പരാതിക്കാരി ആരെന്ന് പോലും അറിയില്ലെന്നും അവരുടെ മൊഴി ഇതുവരെ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് രാഹുൽ ഹർജിയിൽ പറയുന്നത്. പക്ഷേ തന്നെ അറസ്റ്റ് ചെയ്യാൻ നീക്കം നടക്കുന്നു, തന്നെ കൊടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദിക്കുന്നു. അറസ്റ്റ് താൽക്കാലികമായെങ്കിലും തടയണമെന്ന് ലക്ഷ്യമിട്ടാണ് ഹർജി കൊടുത്തിരിക്കുന്നത്. അന്വേഷണവുമായി ഏതറ്റം വരെ വേണമെങ്കിലും സഹകരിക്കാമെന്നും രാഹുൽ പറയുന്നുണ്ട്. KPCC അധ്യക്ഷന് വന്നൊരു പരാതിയാണ് DGPക്ക് കൈമാറിയത്. അതിൽ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ പരാതിക്കാരുടെ മൊഴി പോലും എടുത്തിട്ടില്ല. അതിന് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഫോണിൽ ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്താനുള്ള ആവശ്യം പോലീസ് ഉന്നയിച്ചെങ്കിലും പരാതിക്കാരി ഇതുവരെയും അതിനോട് സഹകരിക്കുന്നുമില്ല.